യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം, ദൈവാനുഗ്രഹം നിറഞ്ഞ ആരോഗ്യപ്രദമായ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ആരോഗ്യ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കാനുള്ള പരിശീലന പഠന പദ്ധതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന ഒരു എണ്ണ തയ്യാറാക്കാൻ പോവുകയാണ്. മുടിയെക്കുറിച്ചിട്ടുള്ള ആകുലത എനിക്ക് നിങ്ങൾക്കുമുണ്ട്. നേരത്തെ മുടി നരയ്ക്കുന്നവരുണ്ട്, മുടി കൊഴിയുന്നവരുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ, മുടി വളരാത്തവരുണ്ട്, പല പ്രശ്നങ്ങൾ. ഈ എണ്ണ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഗുലറായിട്ട് തുടർച്ചയായിട്ട് നമ്മളിത് ഉപയോഗിക്കണം. 2 ദിവസം ഉപയോഗിച്ചിട്ട് മുടി നരച്ചത് കറുത്തില്ല അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ ഒരു എണ്ണ വളരെ ഔഷധ ഗുണമുള്ളതാണ്, മാത്രമല്ല നമുക്ക് ധാരാളം പ്രയോജനപ്രദവുമാണ്. കറിവേപ്പില, പനിക്കൂർക്ക, തുളസി, കൂവളത്തിൻ്റെ ഇല, ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ പലരുടെയും വീടുകളിലുള്ളതാണ്. പനിക്കൂർക്ക മിക്കവാറും വീടുകളുണ്ട്. കറിവേപ്പില, തുളസി ഇല, പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൂവളത്തിൻ്റെ ഇല, എന്നാലും അത് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഈ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഈ കറിവേപ്പില ഒരു 10 ഇതളെടുത്താൽ മതി. 10 ഇതൾ, ഇലയല്ല ഇതൾ, 10 ഇതൾ. പനിക്കൂർക്ക 10 ഇല, തുളസി ഇതുപോലെയുള്ള 10 കൂമ്പ്, കൂവളത്തിൻ്റെ ഇല ഒരു 15 ഇല. കൂവളത്തിൻ്റെ ഒരില അല്ല, ഒരു ഇതുപോലെ 15 ഇല, ഒരു കൂമ്പല്ല, 15 ഇല എടുക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കുന്നു. പൊടിച്ചതിന് ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെറിയ ഫ്ലെയിമിൽ തിളപ്പിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നു. തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ 3 പ്രാവശ്യം, അതായത് ആദ്യം ഒന്ന് തിളപ്പിച്ചു, അതിനുശേഷം അത് ആറാൻ അനുവദിക്കുന്നു. കുറച്ച് ആറിക്കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടി തിളപ്പിക്കുന്നു, വീണ്ടും അത് തണുക്കാൻ അനുവദിക്കുന്നു, വീണ്ടും നമ്മളത് 3ാമത് ഒന്നുകൂടി തിളപ്പിച്ച് എടുക്കുന്നു. അതെല്ലാം ചെറിയ ഫ്ലെയിമിലായിരിക്കണം. ആദ്യം തിളപ്പിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ തിളച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ബാക്കി 2 പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അന്നേരം ഓഫാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ എണ്ണ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഇലകൾ ഓരോന്നും മിക്സിക്കകത്തിട്ട് പൊടിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലകളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി ഉണങ്ങാനായിട്ട് പ്രത്യേകം, എന്ന് പറഞ്ഞാൽ വെള്ളം കാണാൻ പാടില്ല. മാത്രമല്ല ഈ ഇലകൾ മറ്റ് പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഇലകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ 8കാലിയുടെ കൂടൊക്കെ കാണാൻ പറ്റും. നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഇല ഉപയോഗിക്കരുത്, അത് മാറ്റി വെക്കുക. അങ്ങനെ വിഷാംശങ്ങളുള്ള ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ അതൊന്ന് കഴുകി വെള്ളം ഒന്ന് ഉണക്കിയെടുക്കുന്ന, വെയിലത്ത് വെച്ചൊന്നും ഉണക്കരുത്, തന്നെ ഒന്ന് വലിഞ്ഞു പൊക്കുള്ളൂ, ആ രീതിയിലാക്കി എടുക്കാനായിട്ടും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പനിക്കൂർക്ക ഇതുപോലെ ഒന്ന് മുറിച്ച് ഇടുന്നു. തുളസി ഇല എല്ലാം നമ്മളിടുന്നു. കൂവളത്തിൻ്റെ ഇല, ഈ കൂവളത്തിൻ്റെ ഇല ഇതുകൊണ്ട് കാച്ചിയ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേകം ഓർക്കണം. ഈ ശ്വാസമുട്ടലിനും കൂടി നല്ലതാണിത്. ശ്വാസമുട്ടലുള്ളവർക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ്. ഇനി ഇത് നമ്മളൊന്ന് പൊടിച്ച് എടുക്കുന്നു. പൊടിച്ചെടുത്തതിന് ശേഷം നല്ല ശുദ്ധമായ എണ്ണയ്ക്കകത്ത് കാച്ചിയെടുക്കുന്നു. അതൊന്ന് കണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മളിത് എണ്ണ കാച്ചാനായിട്ട് പോവുകയാണ്. നമ്മളൊരു ഇരുമ്പിൻ്റെ പാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് സമയം കൊടുക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേകം പൊടിച്ചു വെച്ച മരുന്നുകളെല്ലാം ഓരോന്നായിട്ട് ചേർക്കുന്നു. ഒട്ടും വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം മുഴുവൻ ഇളക്കണം, വെറുതെ മാറി നിൽക്കരുത്, മാറ്റി പോകരുത്. ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട്, അതായത് നല്ല ചിന്തകളോടെ, വെറുതെ അതും ഇതും ഒന്നും ഓർക്കാതെ നല്ല ചിന്തകളോടെ. കാരണം ഇത് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഉപകാരം കിട്ടണം. കാരണം ഇതൊരു ഔഷധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഇത് ചെയ്യുക. എന്നിട്ട് ഇത് ഏകദേശം നമുക്കറിയാൻ പറ്റും, ഈ ഇല ഒന്ന് ഇങ്ങനെ ഒരു ക്രിപ്സി നേച്ചറാകും. നമ്മൾ ഈ പൊടിച്ചിട്ട ഇല
നമുക്കത് ഈ ഇളക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ മാറി വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ അനുവദിക്കുക. ഏകദേശം ഒന്ന് തണുത്ത് വരുമ്പോൾ, നല്ലതുപോലെ അങ്ങ് തണുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഇത് ഫ്ലെയിം ഓണാക്കി തിളപ്പിക്കുക. അത് കഴിഞ്ഞ് ഉടനെ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ഓഫാക്കുക, വീണ്ടും ഒന്നുകൂടി ചെയ്യുക. അതിനുശേഷം നമ്മൾ തുണിക്കകത്ത് അരിച്ച് എടുത്താൽ മതിയാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ 3 ആവർത്തി കാച്ചിയ എണ്ണ തണുത്ത് കഴിഞ്ഞ് ഇതേ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നു. നിങ്ങളും ഇതുപോലെ തന്നെ ഈ എണ്ണ 3 ആവർത്തി കാച്ചി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ശുദ്ധമായ തുണിയിൽ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം ഇളക്കി പിഴിഞ്ഞെടുക്കാൻ. അവസാനം തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴും കയ്യിൽ വെള്ളമൊന്നും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുപ്പിയിൽ ഇത് സൂക്ഷിക്കാം. എല്ലാ ദിവസവും കുളിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് നിങ്ങൾ ഈ എണ്ണ തലയിൽ നന്നായിട്ട് തേക്കുക, നന്നായിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാം. ഇത് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, റെഗുലറായിട്ട് ഉപയോഗിക്കണം. 1-2 ദിവസമല്ല, റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാം ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ആരോഗ്യത്തരം. മുടി എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുടി ഒഴിഞ്ഞു പോയ പ്രശ്നമാണ്, മുടി നരച്ച പ്രശ്നമാണ്. അതിനെല്ലാമുള്ള ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്കിതിനെ കാണാം. നിങ്ങൾക്ക് ഇത് അനുഭവിക്കാനും കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ.